രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്പീക്കർക്ക് പരാതി വന്നിരിക്കുന്നത്. രാഹുലിനെതിരെ എത്തിക്സ് കമ്മിറ്റി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി. കേരള കോൺഗ്രസ് എം നേതാവ് എച്ച് ഹഫീസാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നു. വിജിൻ, എന്തൊക്കെയാണ് പരാതിയിലുള്ളത്? ധന്യ, എന്തായാലും സ്പീക്കർക്ക് നിലവിൽ MLA എന്നുള്ള നിലയിൽ എത്തിക്സ് കമ്മിറ്റി, അതായത് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്പീക്കർ നിയമസഭയുടെ അധികാരം ഉപയോഗിച്ച് MLA എന്നുള്ള നിലയിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നിലവിൽ ഈ പരാതിയിൽ എച്ച് ഹഫീസ് പറയുന്നത്. ഇതിൽ തന്നെ വ്യക്തമാക്കുന്നത് ചില ചാനലുകൾ ഗുരുതരമായ വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവിട്ടിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇതിൽ സിനിമാ നടിമാർ, ഒപ്പം തന്നെ എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർക്കെതിരായ അതിക്രമം ഉൾപ്പെടെയാണ് ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഗൗരവകരമായ ഒരു കാര്യം, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നുള്ളത് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിലും അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ എച്ച് ഹഫീസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ FIR ഉൾപ്പെടെ ഇട്ട അന്വേഷണത്തിലേക്ക് ഒരുപക്ഷെ ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമസഭയുടെ ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടികളിലേക്കും കടക്കാനാണ് നിലവിൽ സാധ്യത. എച്ച് ഹഫീസ് നിലവിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ വിഷയങ്ങളിലുള്ള അന്വേഷണം എത്തിക്സ് കമ്മിറ്റി നടത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വിഷയം, നിലവിൽ MLA എന്നുള്ള നിലയിൽ MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടി തന്നെ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉയർന്നിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ സ്പീക്കർക്ക് കൂടി പരാതി ലഭിക്കുകയും ഇതൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്താൽ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള തിരിച്ചടിയായി മാറും. ധന്യ.